everyone, welcome to Disha Academy. So, നമ്മുടെ RRB JEE എക്സാം വരുന്ന ഡിസംബർ 13-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സയൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്സാം ആണ് RRB JEE. സോ ഈ എക്സാമിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ RRB JEE എക്സാമിന് ചോദിച്ച സയൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസിൽ നിന്നുള്ള ടോപ്പ് 500 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ എക്സാമിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 500 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു നോട്ടൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഈ ക്ലാസ്സുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ ആയിരിക്കും. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൾട്ട് ഈസ് SI യൂണിറ്റ് ഓഫ്. ഓൾട്ട് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള ഏത് ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ റെസിസ്റ്റൻസ് ആണ്, സെക്കൻഡ് ഇലക്ട്രിക് ചാർജ്, തേർഡ് ഇലക്ട്രിക് കറണ്ട്, ഫോർത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഏതിൻ്റെതാണ്? നമുക്ക് ഓരോരുത്തരുടെയും യൂണിറ്റ് എന്താണെന്ന് നോക്കാം. SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ചിഹ്നം കൊണ്ടാണ്. ഇലക്ട്രിക് ചാർജ്, ചാർജിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് ആണ്. ഇനി ഇലക്ട്രിക് കറണ്ട്, കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി വോൾട്ട് എന്തിൻ്റെ SI യൂണിറ്റ് ആയിരിക്കും? ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ SI യൂണിറ്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ SI യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾക്ക് 500 ക്വസ്റ്റ്യൻസ് ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പെട്ടെന്നായിരിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു 20 to 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: which is the only muscle found in human body that is not connected at both ends? രണ്ട് എൻഡുകളിലും കണക്ട് ചെയ്യാതെ ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ഒരേ ഒരു മസിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ടങ് മസിൽസ്, ടങ്ങിൻ്റെ മസിൽസ് ആണ് ഒരേ ഒരു അറ്റത്ത് മാത്രം കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ, ടങ്ങിൻ്റെ പുറത്ത് കാണുന്ന ഒരു ഏരിയ ഫ്രീ ആണ്. ബാക്കി ഏരിയ എവിടെയാണ്? ഒരു എൻഡ് ഇവിടെ നമ്മൾ ത്രോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടങ്ങിൻ്റെ ഒരു എൻഡ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ മസിൽസിൻ്റെയും രണ്ട് എൻഡുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു എൻഡ് മാത്രം കണക്ട് ചെയ്ത് കാണുന്ന ഒരേ ഒരു മസിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടങ് മസിലാണ്, ടങ് മസിലാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 6000 ന്യൂട്ടൺ ഓൺ എർത്ത്. വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് ഓൺ ദ സർഫസ് ഓഫ് മൂൺ? ഒരു സാധനത്തിൻ്റെ വെയിറ്റ് എർത്തിൻ്റെ സർഫസിൽ 6000 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂണിൻ്റെ സർഫസിൽ അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. നിങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഇത്രയും അറിഞ്ഞിരിക്കുക: ഏതൊരു സാധനത്തിൻ്റെയും ഭൂമിയിലെ വെയിറ്റിൻ്റെ 1/6 മാത്രമായിരിക്കും ചന്ദ്രനുള്ള വെയിറ്റ്. അതായത് ഒരാളുടെ ഭൂമിയിലെ വെയിറ്റ് 60 കിലോ ആണെങ്കിൽ അയാളുടെ ചന്ദ്രനിലെ വെയിറ്റ് എത്രയായിരിക്കും? 60 × 1/6, 10 കിലോഗ്രാം ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ വെയിറ്റ് 6000 ന്യൂട്ടൺ ആണ്. 6000 ന്യൂട്ടൺ ആണെങ്കിൽ ആ സാധനത്തിൻ്റെ ചന്ദ്രനിലുള്ള വെയിറ്റ് എത്രയായിരിക്കും? 6000 × 1/6, അതായത് 1000 ന്യൂട്ടൺ ആയിരിക്കും വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു സാധനത്തിൻ്റെ വെയിറ്റ് ചന്ദ്രനിൽ 120 ന്യൂട്ടൺ ആണ്. എർത്തിൽ 120 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിൻ്റെ മൂണിലുള്ള വെയിറ്റ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? 120 × 1/6 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 20. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഹാസ് മാക്സിമം കൈനറ്റിക് എനർജി? ഈ തന്നിട്ടുള്ള സ്റ്റേറ്റുകൾ, അതായത് ഗ്യാസ് ഉണ്ട്, മെറ്റലോയിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അല്ല ഒബിയസ്ലി.
പിന്നെ സോളിഡ്, ലിക്വിഡ്. ഈ സ്റ്റേറ്റുകളിൽ ഏത് സ്റ്റേറ്റിലാണ് സബ്സ്റ്റൻസുകൾക്ക് മാക്സിമം കൈനറ്റിക് എനർജി ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ് അറിയുന്നവർ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. സോ നമുക്കറിയാം മാറ്ററിൻ്റെ സ്റ്റേറ്റുകളിൽ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന 3 സ്റ്റേറ്റുകളാണ് സോളിഡ്, ലിക്വിഡ്, അതുപോലെ തന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് പഠിക്കുന്ന, പ്രൈമറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റുകൾ. അപ്പോൾ ഇതിനകത്ത് സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇങ്ങനെയായിരിക്കും. വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിറ്റ് ഷേപ്പിൽ അടുക്കിയാണ് സോളിഡ് സബ്സ്റ്റൻസിനകത്ത് ആറ്റംസിനെയോ മോളിക്യൂൾസിനെയോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ലിക്വിഡിലേക്ക് വരാം. ലിക്വിഡ് ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അതിനകത്ത് ഇത്ര ലിക്വിഡ് ഉണ്ടെങ്കിൽ ഇതിനകത്തെ മോളിക്യൂൾസ് ഇതാ ഇങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്തേക്കുക. ഇനി ഗ്യാഷ്യസ് സബ്സ്റ്റൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു പാത്രത്തിനകത്താണ് ഗ്യാസ് ഉള്ളതെന്ന് വിചാരിച്ചോളൂ. എങ്ങനെ ഇരിക്കും? ഇനി ഈ പാത്രം നമ്മൾ മൂടിയിട്ടില്ലെങ്കിൽ ദാ ഇങ്ങനെ പുറത്തേക്കും ഇതിൻ്റെ ആറ്റംസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളിവിടെ നിന്ന് പ്രൈമറി ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, സോളിഡ് ആണെങ്കിൽ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും സോളിഡ് സബ്സ്റ്റൻസിന്. രണ്ടാമത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം അട്രാക്റ്റീവ് ഫോഴ്സ്. ആറ്റംസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് മാക്സിമം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡിലാണെന്ന് പറയണം. കാരണം ഇവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാനോ ഈ ഒരു ഷേപ്പിൽ നിന്ന് മാറിയിരിക്കാനോ ഒന്നുമുള്ള പെർമിഷൻ ഇല്ല. ഇവർ തമ്മിൽ ഓരോ ആറ്റംസ് തമ്മിലും അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസ് തമ്മിലും ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ മൂവ്മെൻറ്റ്, ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റും എന്തായിരിക്കും? റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അല്ലേ? ആറ്റത്തിനൊന്നും അതിൻ്റെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എവിടെയാണോ അവരുള്ളത് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഏത് സ്റ്റേറ്റിൽ വരുമ്പോൾ? സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇവർക്കൊരു ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി ലിക്വിഡിലേക്ക് വരുമ്പോൾ ഇവർക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതിനെ പ്ലേസ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് ലിക്വിഡ്സിനുള്ളത് അല്ലേ? നമ്മുടെ വെള്ളം നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ അതിന് ഗ്ലാസിൻ്റെ ഷേപ്പാവും, ഭരണിയിൽ ഒഴിച്ചാലും ഭരണിയുടെ ഷേപ്പാവും അല്ലേ? അപ്പോൾ നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഇതിനെ സൂക്ഷിക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും ആർക്കുണ്ടാവുക? ലിക്വിഡ് സ്റ്റേറ്റുള്ള സാധനങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആറ്റംസ് തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലുള്ള അത്രയും സ്ട്രോങ് അല്ല. സോളിഡിലാണെങ്കിൽ ഇവർക്കൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇപ്പുറത്തോട്ട് മാറിയിരിക്കാൻ പറ്റില്ല. പക്ഷേ ലിക്വിഡ് ആണെങ്കിൽ ഇവിടുത്തെ ആറ്റത്തിന് സിമ്പിളായിട്ട് മൂവ് ചെയ്തതായി ഇങ്ങോട്ട് പോകാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഈ ഗ്യാസിന് അടപ്പുണ്ടെങ്കിൽ, ഓക്കെ, ഈ പാത്രത്തിന് അടപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഗ്യാസ് ഇരിക്കും. ഈ പാത്രം കുറച്ചും കൂടെ ചെറുതാക്കിയെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 6 7 8 9 മോളിക്യൂൾസ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതിനെ ഞാൻ കുറച്ചും കൂടെ ചെറിയൊരു കണ്ടെയ്നറിലാക്കി. അപ്പോൾ നോക്കിയേ, ഈ 9 മോളിക്യൂൾസ് കുറച്ചും കൂടെ അടുത്തടുത്തായിട്ടിരിക്കും. ഇനി ഇതിലും ചെറിയൊരു കണ്ടെയ്നറിലോട്ട് ഞാൻ മാറ്റി. അപ്പോഴും എന്ത് ചെയ്യും? 9 മോളിക്യൂൾസ് ഇതിനകത്തിരിക്കും, പക്ഷേ കുറച്ചും കൂടെ അടുത്തായിരിക്കും ഇവർ ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഞാൻ ഇതിനെ കുറേ കൂടെ വലിയൊരു കണ്ടെയ്നറിലോട്ടാക്കി. അപ്പോഴും ഈ 9 മോളിക്യൂൾസ് തന്നെ ആയിരിക്കും, പക്ഷെ അത് എവിടെ ഇരിക്കും? ഒരുപാട് ദൂരത്തിലായിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ടെയ്നറിൻ്റെ ഷേപ്പ് മാറ്റുന്നതിനനുസരിച്ച് നമ്മളുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റംസും എന്ത് ചെയ്യും? അതിൻ്റെ ഷേപ്പ് മാറും. ഫസ്റ്റ് ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആറ്റംസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. അങ്ങനെ കുറവായതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുന്ന ഒരു ആറ്റത്തിനുള്ള എനർജി അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. കൈനറ്റിക് എനർജി ഏറ്റവും കുറവ് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റുകളുടെ പ്രോപ്പർട്ടീസും പലപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ ആർക്കാണ്?
ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഏറ്റവും കൂടുതൽ ആർക്കാണ്? സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലേ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കുറവ് ആർക്കാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ഇന്റർമീഡിയറ്റ് ആണ് എപ്പോഴും എവിടെ വരിക? ലിക്വിഡ് സ്റ്റേറ്റിൽ വരിക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ ആരെയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ ആരെയൊക്കെയാണ്? സോളിഡിനെയാണോ, ലിക്വിഡിനെയാണോ, ഗ്യാസിനെയാണോ? സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും ഒന്നിച്ച് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. The boiling point of liquid nitrogen is. liquid nitrogenന്റെ boiling point എത്രയാണ്? ഫസ്റ്റ് ഓപ്ഷൻ -196 ഡിഗ്രി, സെക്കൻഡ് -27 ഡിഗ്രി, തേർഡ് -132 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫോർത്ത് -273 ഡിഗ്രി സെൽഷ്യസ്. ലിക്വിഡ് നൈട്രജന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? ലിക്വിഡ് നൈട്രജന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -196 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളുടെ ക്രയോജനിക് പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ലിക്വിഡ് നൈട്രജൻ ആണ്. അതായത് നമ്മളൊരു സാധനത്തിന് തണുപ്പിൽ സൂക്ഷിക്കണം, അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലിക്വിഡ് നൈട്രജൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആറ്റംസ് ഹാസ് ഹയസ്റ്റ് ഡയമീറ്റർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആറ്റംസ് ഹാസ് ഹയസ്റ്റ് ഡയമീറ്റർ? നമുക്ക് തന്നിട്ടുള്ളത് അയഡിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. ആൻസർ അറിയുന്നവർ പെട്ടെന്ന് പറഞ്ഞേ, ആർക്കാണ് ഹയസ്റ്റ് ആയിട്ടുള്ള ഡയമീറ്റർ ഉള്ളത്? സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഹാലജൻസിനെ പറ്റിയിട്ടാണ്. ഹാലജൻസ് ആണുള്ളത്. അപ്പോൾ ഹാലജൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹാലജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് സോൾട്ട് ഫോമിങ് എന്നാണ്. സോൾട്ടുകൾ ഫോം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഹാലജൻസ് എന്ന് പറയുക. ഹാലജൻസ് ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 17 മെമ്പേഴ്സ് ആണ്. ഗ്രൂപ്പ് 17ലുള്ള മെമ്പേഴ്സ് ആണ് ഹാലജൻസ് എന്ന് പറയുന്നത്. ഹാലജൻസിനകത്ത് ആരൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂറിൻ വരും, ക്ലോറിൻ വരും, ബ്രോമിൻ വരും, അയഡിൻ വരും, അസ്റ്റാറ്റിൻ വരും. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഹാലജൻ്റെ അകത്ത് വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്താലും, ഇത് 17th ഗ്രൂപ്പാണ്, 17th ഗ്രൂപ്പ് എന്നല്ല, ഏതൊരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഏതൊരു ഗ്രൂപ്പിലും മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഇതൊന്ന് എറൈസ് ചെയ്യുവാണേ. സോ ഇതാണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം ഈ ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ ഇവരെ നമ്മൾ വിളിക്കുന്നത് എസ് ബ്ലോക്ക് എന്നാണ്. നടുക്ക് കാണുന്ന ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത്, കുറച്ച് 10 ഗ്രൂപ്പുകളോളം ഉണ്ട്, ഡി ബ്ലോക്ക് എന്നാണ്. ഇവിടെ വരുന്ന ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്നത് പി ബ്ലോക്ക് എന്നാണ്. ഇങ്ങ് താഴെ വരുന്ന ആൾക്കാരെ നമ്മൾ എഫ് ബ്ലോക്ക് എന്ന് വിളിക്കും. മറ്റ് ചില പേരുകളും കൂടെ ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിന് വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പിന് വിളിക്കുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നടുക്കുള്ള ഡി ബ്ലോക്കിലെ ആൾക്കാരെ നമ്മൾ വിളിക്കും ട്രാൻസിഷൻ എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്. പി ബ്ലോക്കിലെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. ഇങ്ങറ്റത്ത് വരുന്നത് നോബിൾ ഗ്യാസുകളാണ്, 18ാമത്തെ ഗ്രൂപ്പ്. തൊട്ട് ഇപ്പുറത്ത് വരുന്ന ആൾക്കാരാണ് 17th ഗ്രൂപ്പ്. അവിടെയാണ് ആര് വരുന്നത്? ഹാലജൻസ് വരുന്നത്, ഹാലജൻസ്.
ഓക്കെ. എഫ് ബ്ലോക്കിന് നമ്മൾ വിളിക്കുന്ന പേര്, ഇവിടെയുള്ള എലമെന്റ്സിനെ വിളിക്കുന്ന പേര് രണ്ട് പീരീഡുകളാണ് ഇവിടെ ഉള്ളത്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കും. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതിനകത്ത് മുകളിൽ നിന്ന് താഴോട്ടുള്ള ഓരോരുത്തരെയും നമ്മൾ വിളിക്കുന്നത് ഓരോ ഗ്രൂപ്പുകൾ എന്നാണ്. ഓരോ കോളത്തിനെയും നമ്മൾ വിളിക്കുന്നത് ഓരോ ഗ്രൂപ്പുകൾ എന്നാണ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഇനി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡുകൾ. മൊത്തം പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുണ്ട്, 7 പീരീഡുണ്ട്. 18 ഗ്രൂപ്പും 7 പീരീഡും. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ഗ്രൂപ്പിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരേ ഗ്രൂപ്പിലെ ആൾക്കാരാണ്. അവരുടെ ഓർഡർ നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം വരുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. സോ ഏറ്റവും വലുത് ആരാണ്? ഏറ്റവും താഴെയുള്ള ആളാണ്. ഏറ്റവും താഴെ നമുക്ക് ഓപ്ഷൻസിലുള്ളത് അയഡിനാണ്. സോ അയഡിനാണ് ലാർജസ്റ്റ് ആറ്റം എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. ഓക്കെ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഡിസ്കഷനാണ്, പ്രീവിയസ് ഇയർ ഡിസ്കഷനാണ്. അപ്പോൾ എനിക്ക് മാക്സിമം കണ്ടന്റ് എല്ലാ റിലേറ്റഡ് ഫാക്ടേഴ്സും ബേസ് മുതൽ പറഞ്ഞു തരുന്നതിനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾ ഒരിക്കൽ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തന്നെ നമുക്ക് ഈ സെഷൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല, പുതിയതായിട്ട് പഠിക്കാൻ, ജെഇക്ക് മാത്രമല്ല NDPC എക്സാംസിനാണെങ്കിൽ പോലും പുതിയതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ദിശയുടെ തന്നെ ഓൺലൈൻ കോഴ്സിനെ പറ്റി അറിയാമായിരിക്കും. നമുക്ക് ഓൺലൈൻ കോഴ്സ് ഉണ്ട്. 8075753676 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. കോഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സയൻസ് ആയിക്കോട്ടെ, അല്ലാത്ത സബ്ജക്റ്റുകൾ, കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്ക്, മാത്സ്, റീസണിങ് എല്ലാം ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈമിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടന്റ് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് കേട്ടോ കുറച്ച് എന്താ പറയുക ഫാസ്റ്റായിട്ട് പോകേണ്ടി വരുന്നത്. ജസ്റ്റ് ഒന്ന് കോപ്പപ്പ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്നാലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് മാക്സിമം പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ പോവും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A conductor is said to be perfect if it has dash electrical conductivity. 0, infinite, finite, unity. പെട്ടെന്ന് ആൻസർ അറിയുന്നവർ പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞേ. ഒരു കണ്ടക്ടറിനെ പെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? പെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഒന്നുമില്ലാതെ ഏറ്റവും പെട്ടെന്ന്, കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയും അതിൽ കൂടെ കടത്തി വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഗുഡ് കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിന് എന്തുണ്ടായിരിക്കണം? മാക്സിമം കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും അല്ലേ? മാക്സിമം കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ മാക്സിമം കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ എന്ത് കണ്ടക്ടിവിറ്റി എന്ന് പറയാം? ഇൻഫൈനേറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഇൻഫൈനേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഫൈനൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു എമൗണ്ട്, ഇപ്പം 5, 10 എന്നൊരു എമൗണ്ട് ഉണ്ട്. ഇൻഫൈനൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും, മാക്സിമം എന്നുള്ളൊരു അർത്ഥമാണ് വരിക. അപ്പോൾ മാക്സിമം കണ്ടക്ടിവിറ്റി, മാക്സിമം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ എന്ത് പറയാം? ഒരു പെർഫെക്റ്റ് കണ്ടക്ടർ ആണെന്ന് പറയാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ മെഷർ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം ഓഫ് ആൻ ഒബ്ജക്റ്റ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ. പറഞ്ഞേ. സോ 2 പോയിന്റ് എയും ബിയും. ഈ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഏതൊക്കെ വഴിയിൽ കൂടെ വേണമെങ്കിലും പോവാം.
ഇങ്ങനെ പോകുന്ന വഴികളെല്ലാം നമ്മൾ പറയുന്നത് ഡിസ്റ്റൻസ് എന്നാണ്. എയും ബിയും തമ്മിൽ നമ്മൾ പോകാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഏതൊരു വഴിയെയും നമ്മൾ പറയുന്നത് ഡിസ്റ്റൻസ് എന്നാണ്. പക്ഷേ എയിൽ നിന്നും ബിയിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണെന്നാണ്. ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡാണ്. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ആക്സിലറേഷൻ ആണ്. മൊമെന്റത്തിന്റെ ഫോർമുല എപ്പോഴും ചോദിക്കാറുണ്ട്. P ഈക്വൽ ടു എം വി, മൊമെന്റം. മൊമെന്റം ആണ് P, M എന്ന് പറയുന്നത് മാസ്, വെലോസിറ്റി ആണ് V. P ഈക്വൽ ടു എം വി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: What will be the boiling point of water in the Kelvin scale? പെട്ടെന്നൊന്ന് ചെയ്തിട്ട് പറഞ്ഞേ, കെൽവിൻ സ്കെയിലുള്ള വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്. പറഞ്ഞേ. പറഞ്ഞോളൂ. വാട്ട് വിൽ ബി ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ദ കെൽവിൻ സ്കെയിൽ? നമുക്ക് കെൽവിൻ സ്കെയിലുള്ള ഏതൊരു സാധനത്തിൻ്റെയും ടെമ്പറേച്ചർ മനസ്സിലാക്കണം. നമുക്ക് ഡിഗ്രി സെൽഷ്യസിലുള്ള അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാമെങ്കിൽ. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ വാട്ടറിൻ്റെ ഡിഗ്രി സെൽഷ്യസിലുള്ള ബോയിലിംഗ് പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? 273 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 373 കെൽവിൻ എന്ന് കിട്ടും. നിങ്ങൾക്ക് ഏതൊരു ടെമ്പറേച്ചർ കിട്ടിയാലും അതിനെ കെൽവിൻ സ്കെയിലിലേക്ക്, ഡിഗ്രി സെൽഷ്യസിലുള്ള ഏതൊരു ടെമ്പറേച്ചർ കിട്ടിയാലും അതിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ വേണ്ടി സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ 273 ആഡ് ചെയ്താൽ മതി. ഡിഗ്രി സെൽഷ്യസിലുള്ള ഏതൊരു ടെമ്പറേച്ചറിനെയും കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ 273 ആഡ് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ പാത്ത് ഓഫ് റിവോൾവിംഗ് മോഷൻ ഓഫ് എ പ്ലാനറ്റ്? ഒരു പ്ലാനറ്റിന്റെ റിവോൾവിംഗ് മോഷന്റെ പാത്ത് എന്താണെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ റൗണ്ട്, സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ, തേർഡ് ഓവൽ, ഫോർത്ത് എലിപ്റ്റിക്കൽ. നമുക്കറിയാം കെപ്ലർ എന്ന് പറയുന്ന ആളാണ് അല്ലേ? കെപ്ലർ എന്ന് പറയുന്ന ആളാണ് പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റിനെ പറ്റി നമുക്കൊരു ലോ തന്നിട്ടുള്ളത്. കെപ്ലറിന്റെ ഡിഫറെൻറ്റ് ലോസ് ഉണ്ട്. അതിലല്ലേ കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയും. പ്ലാനറ്ററി മോഷൻ. ഇതിനകത്തെ ഫസ്റ്റ് ലോ, കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്? പ്ലാനറ്റുകൾ ഏത് ഒരു ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഫസ്റ്റ് ലോയ്ക്കകത്ത് പറയുന്നത് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ഷേപ്പിലാണ്. ഈ ഷേപ്പിന് പറയുന്ന പേരാണ് എലിപ്സ്, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്തിലാണ് പ്ലാനറ്റുകൾ മൂവ് ചെയ്യുക. ഒരു എലിപ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലിപ്സിന് 2 ഫോക്കസുകൾ ഉണ്ടാവും. സർക്കിൾ നമുക്കറിയാം, ഒരു ഫോക്കസിന് ചുറ്റുമാണ് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. പക്ഷെ ഒരു എലിപ്സിന് എന്താണ്? 2 ഫോക്കസുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു പ്ലാനറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസിൽ എന്തുണ്ടാവും? സൺ ഉണ്ടാവും. ഒരു ഫോക്കസ് സണ്ണായിട്ട് വരുന്ന എലിപ്റ്റിക്കൽ പാത്തിലാണ് ആര് മൂവ് ചെയ്യുന്നത്? പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത്. ഇതാണ് കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ആർ ഡിവോയ്ഡ് ഓഫ് റെസ്പിറേറ്ററി, എക്സ്ക്രീറ്ററി ആൻഡ് സർക്കുലേറ്ററി ഓർഗൻസ്? സ്പോഞ്ചസ്, ടേപ്പ് വാം, ത്രെഡ് വാം, ലിവർ ഫ്ലൂക്ക്. ഈ തന്നിട്ടുള്ളതിൽ ആർക്കാണ് എക്സ്ക്രീറ്ററി, റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി ഓർഗൻസ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. ഏറ്റവും ആദ്യത്തെ ഗ്രൂപ്പുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് പോറിഫെറ. പോറിഫെറയിലെ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്പോഞ്ചുകൾ എന്നാണ്.
ഏറ്റവും ആദ്യത്തെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് പോറിഫെറ. അതിലെ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് സ്പോഞ്ചുകൾ എന്നാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ജീവികളാണ്. അവർക്ക് എന്തില്ല, ഒരു റെസ്പിറേറ്ററി സിസ്റ്റം എന്നോ ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്നോ ഒന്നും പറയാനൊന്നുമില്ല. കുറച്ച് സെല്ലുകൾ നിരത്തി വെച്ചിട്ട് ഒരു ജീവി എന്ന് പറയാൻ മാത്രമേ പറ്റൂ. അപ്പോൾ സ്പോഞ്ചുകൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. പിന്നെ ടേപ്പ് വാമും ലിവർ ഫ്ലൂക്കും, ഇവർ രണ്ടുപേരും വരുന്നത് ഫ്ലാറ്റ് വോംസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഫ്ലാറ്റ് വോംസ് അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിൻസ്. ഫ്ലാറ്റ് വോംസ് അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇവരെ പറ്റി പറയുമ്പോൾ ഏറ്റവും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഫ്ലാറ്റ് വാംസിൻ്റെ കാര്യം, ഫ്ലെയിം സെല്ലുകളാണ്. അങ്ങനെ തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫ്ലാറ്റ് വാമുകളുടെ എക്സ്ക്രീറ്ററി ഓർഗൺ എന്താണെന്ന് ചോദിക്കും. ഫ്ലാറ്റ് വാമുകളുടെ എക്സ്ക്രീറ്ററി ഓർഗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഫ്ലെയിം സെല്ലുകളാണ്. പിന്നെ ഉള്ളത് ത്രെഡ് വോം. ത്രെഡ് വോംസിൻ്റെ മറ്റൊരു പേരാണ് റൗണ്ട് വോംസ്. അല്ലെങ്കിൽ ഹാഷെൽമിൻസ്. ഓക്കെ, റൗണ്ട് വോം അല്ലെങ്കിൽ ഹാഷെൽമിൻസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ ഏറ്റവും വലിയ ഫൈലം, ഇതെല്ലാം ഡിഫറെൻറ്റ് ഫൈലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏറ്റവും വലിയ ഫൈലം ഏതാണെന്ന് ചോദിക്കും. ഏറ്റവും വലിയ ഫൈലം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർത്രോപോഡയാണ് കേട്ടോ. ലാർജസ്റ്റ് ഫൈലം ആർത്രോപോഡയാണ്. അതിനകത്തെ മെമ്പേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസെക്റ്റുകളാണ്. ഇൻസെക്ട്സ് ആണ് അതിലെ മെമ്പേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് റിലേറ്റഡ് ടു ഹീറ്റ്? വിച്ച് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് റിലേറ്റഡ് ടു ഹീറ്റ്? ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്സിൻ്റെ ബ്രാഞ്ച് നമുക്കറിയാമായിരിക്കും. എന്താണ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? തെർമോ ഡൈനാമിക്സ് ആണ്. ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒപ്റ്റിക്സ് ആണ്. സൗണ്ട് വേവുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അക്കോസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following gases make up to 78% of our atmosphere and also a part of many elements essential for life? 78% അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ മറ്റൊന്നുമല്ല, നൈട്രജൻ ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് നൈട്രജൻ ആണ്. അറ്റ്മോസ്ഫിയറിൻ്റെ 78% നൈട്രജൻ ആണ് വരിക. സെക്കൻഡ് ഹയസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. ഏകദേശം 21% ഓക്സിജൻ ആണ് വരിക. തേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർഗൺ ആണ്. ഏകദേശം 1% വരിക. തേർഡ് ഹയസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർഗൺ ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ചോദിക്കാറുണ്ട്. 0.0403 ആ റേഞ്ചിലാണ് വരിക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ മെറ്റൽ? അയൺ, സിങ്ക്, അലുമിനിയം, നൈട്രജൻ. ഇതിൽ നോൺ മെറ്റൽ എത്രയാണ്? നോൺ മെറ്റൽ ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ. നമുക്കറിയാം അയൺ, സിങ്ക്, അലുമിനിയം എല്ലാം എന്തിന് എക്സാമ്പിളാണ്? മെറ്റൽസിന് എക്സാമ്പിളാണ്. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ്. നൈട്രജൻ ഒരു ഗ്യാസ് ആണ്. നോൺ മെറ്റൽ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following blood group is considered as universal donor? യൂണിവേഴ്സൽ ഡോണർ എന്ന് കൺസിഡർ ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി, ഒ, എ ബി. നിങ്ങൾക്കറിയായിരിക്കും, പെട്ടെന്ന് പറഞ്ഞു. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? ഒ ഗ്രൂപ്പാണ് അല്ലേ. യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത് ആരെയാണ്? ഒ ഗ്രൂപ്പിനെയാണ്. അങ്ങനെയാണെങ്കിൽ എ ബി ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും?
യൂണിവേഴ്സൽ അക്സെപ്റ്റേഴ്സ് എന്ന് പറയും അല്ലേ. യൂണിവേഴ്സൽ അക്സെപ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പാണ്. യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ അറ്റോമിസിറ്റി ഓഫ് ഫോസ്ഫറസ്? മോണോ അറ്റോമിക്, ടെട്രാ അറ്റോമിക്, ഡയാറ്റോമിക്, പോളി അറ്റോമിക്. വാട്ട് ഈസ് ദ അറ്റോമിസിറ്റി ഓഫ് ഫോസ്ഫറസ്? ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി എന്താണ്? ഞാൻ പറയാം. നമ്മുടെ SO2, CO2, P4, H2O ഇതിൻ്റെയൊക്കെ അറ്റോമിസിറ്റി നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടോ അത് കൗണ്ട് ചെയ്ത് എഴുതുക. ഇപ്പോൾ SO2 ആണെങ്കിൽ 2 ഓക്സിജൻ 1 സൾഫർ, അറ്റോമിസിറ്റി 3. കാർബൺ ഡയോക്സൈഡ് 1 കാർബൺ 2 ഓക്സിജൻ, അറ്റോമിസിറ്റി 3. P4 4 ഫോസ്ഫറസ് ആറ്റംസ് ആണുള്ളത്, അറ്റോമിസിറ്റി 4. വാട്ടർ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, അറ്റോമിസിറ്റി 3. ഇപ്പോൾ ഓക്സിജൻ O2 അറ്റോമിസിറ്റി എത്രയായിരിക്കും? 2. അപ്പോൾ നമ്മളോട് ഒരു സാധനത്തിൻ്റെ പേര് ഇങ്ങനെ ആറ്റമായിട്ട് തരുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് എണ്ണി എഴുതാം. പേര് മാത്രമായിട്ട് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കൊരു കൺഫ്യൂഷൻ കാണും. നമുക്കതിൻ്റെ ഫോം അറിഞ്ഞിരിക്കണം. കുറേ ആൾക്കാരുടെ ഫോം ഏത് രീതിയിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരിക്കുക. ഫോസ്ഫറസ് ജനറലി തന്നെ സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് P4 എന്ന് പറയുന്ന ഫോമിലായിട്ടാണ്. 4 ഫോസ്ഫറസുകൾ ഇങ്ങനെ ഒന്നിച്ചു കൂടി ഒരു ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫോസ്ഫറസ് ജനറലായിട്ട് ഒക്കുപ്പൈ ചെയ്യുന്നത്. 4 ഫോസ്ഫറസ് ആറ്റം എന്താ ഇവർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ആണ് ഫോസ്ഫറസ് എക്സിസ്റ്റ് ചെയ്യുന്നത് P4 എന്ന് പറയുന്ന ഫോമിൽ. അങ്ങനെയാണെങ്കിൽ ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി എത്രയായിരിക്കും? മോണോ അറ്റോമിക്. മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, ഡയറ്റോമിക് ഡൈ 2, ട്രൈ അറ്റോമിക് ഉണ്ട്. ട്രൈ അറ്റോമിക് എന്ന് പറഞ്ഞാൽ 3 ആറ്റംസ് വരും. ടെട്രാ അറ്റോമിക്, ടെട്രാ 4. ഓക്കെ, 1 മോണോ, 2 ഡൈ, 3 ട്രൈ, 4 ടെട്രാ, 4 ആറ്റംസ് വരും. ടെട്രാ അറ്റോമിക് ആണ് ഫോസ്ഫറസ്. ഓക്കെ, ഇനി പോളി അറ്റോമിക് എന്ന് പറയുമ്പോൾ 4 കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോളി അറ്റോമിക് എന്ന് പറയും. പോളി അറ്റോമിക് ഒക്കെ ഏറ്റവും എന്താ പറയുക വളരെ റെയറായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. എപ്പോഴും 2-3 ആറ്റംസ് ഒക്കെയാണ് ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് നിൽക്കുക കേട്ടോ. അതിൽ കൂടുതൽ ആറ്റംസിനെ ഒന്നിച്ച് ഓക്കുപ്പൈ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും. അടുത്ത നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർഗാനിക് ആസിഡ്? നേരത്തെ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്നേ ഞാൻ പറഞ്ഞോളൂ, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ബുദ്ധിമുട്ടുണ്ടാവും. ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത് ട്രൈ ഡൈ ആ സ്റ്റേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഓർഗാനിക് ആസിഡ്? താഴെ തന്നിട്ടുള്ളതിൽ ഓർഗാനിക് ആസിഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സിട്രിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട് അല്ലേ. ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. അപ്പം സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, HCl, ഫോസ്ഫോറിക് ആസിഡ് ഇതെല്ലാം എന്താണ്? മിനറൽ ആസിഡുകളാണ്. ഇവരെല്ലാം മിനറൽ ആസിഡുകളാണ്. ഓർഗാനിക് ആസിഡിനകത്ത് വരുന്ന ആളാണ് സിട്രിക് ആസിഡ്, പിന്നെ മാലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇങ്ങനെയുള്ള ആസിഡുകളാണ് എവിടെ വരിക? ഇത് MALIC ആണ്, മാലിക് ആസിഡ്. ഇങ്ങനെയുള്ള ആസിഡുകളൊക്കെ ഓർഗാനിക് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഫേമസ് വൺ അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഇതെല്ലാം ഓർഗാനിക് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇത് മിനറൽ ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. വേറെയും കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ സമയം പോലെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്ര റീപ്രൊഡ്യൂസസ് ബൈ. ഹൈഡ്ര എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്ര നമ്മൾ നേരത്തെ പോറിഫറ എന്ന് പറഞ്ഞല്ലേ സ്പോഞ്ചുകൾ വരുന്നേ, അതുപോലെ സിലിണ്ടറേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്നത്. ഫൈലം സിലിണ്ടറേറ്റ ആണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്ര എന്ന് പറയുന്നത്. ഹൈഡ്രത്തിന്റെ ഫൈലം ഏതാണ്? ഫൈലം സിലിണ്ടറേറ്റ. സിലിണ്ടറേറ്റ. ഓക്കെ, അപ്പോൾ ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രയുടെ സൈഡിൽ നിന്ന് ഒരു കുഞ്ഞ് ഹൈഡ്ര അല്ലേ, ഒരു കുഞ്ഞ് ഹൈഡ്ര ഇങ്ങനെ വരും. എന്നിട്ട് അത് വലുതാവും, വലുതായിട്ട് 2ആയിട്ട് മാറും. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബഡിങ്. പ്രോസസ്സിന് പറയുന്ന പേര് ബഡിങ്. ഒരു കുഞ്ഞ് ബഡ് പോലെ ഒരു കുട്ടി ഹൈഡ്ര വരും, അത് വലുതാവും, എന്നിട്ട് അതിൻ്റെ മദറിൻ്റെ പാരൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് അത് മാറും.
ഇതിന് പറയുന്ന പ്രോസസ്സാണ് എന്ത്? ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ബൈനറി ഫിഷൻ എന്ന് വെച്ചാൽ എന്താടാ? ഒരു ജീവി അതിൻ്റെ സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ജീവികളായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയുക. ഒരു ജീവി തന്നെ മുറിഞ്ഞ് രണ്ട് ജീവിയായിട്ട് മാറുന്നതാണ് ബൈനറി ഫിഷൻ. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ജീവിയുടെ പുറത്തുനിന്ന് ഒരു കുഞ്ഞു ജീവി വളർന്നു വന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് വേറുപെട്ട് ഒരു ഇൻഡിവിജ്വൽ ആവും, ഇത് മറ്റൊരു ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ബഡ്ഡിങ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്: ലങ്സ്, കിഡ്നി, സ്റ്റൊമക്, ഹാർട്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പെട്ടെന്ന് പറഞ്ഞോളൂ. 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ എന്തിനെയാണ്? ഹാർട്ടാണ്. നമുക്കറിയാലോ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹാർട്ടിനെയാണ്. പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SA നോഡിനെയാണ്. ഹാർട്ടിൻ്റെ നാച്ചുറൽ പേസ് മേക്കർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SA നോഡാണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് SA നോഡ്. പിന്നെ ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേ, ഹൈഡ്ര സിലിൻഡ്രേറ്റ ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് സിലിൻഡ്രേറ്റ എന്ന് പറയുന്ന ഒരു ഫൈലം ഉണ്ടല്ലോ, ആ ഫൈലത്തിലെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ജീവികളും ഒരു എന്താ പറയുക മറൈൻ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നതാണ്. ഹൈഡ്ര ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന, അപ്പോൾ ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന സിലിൻഡ്രേറ്റ ഗ്രൂപ്പിൽ വരുന്ന ആളുടെ എക്സാമ്പിൾ ചോദിക്കും. ഫ്രഷ് വാട്ടർ വെറൈറ്റി ആയിട്ടുള്ള സിലിൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്ന ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ഹൈഡ്രയാണ്. അതുപോലെ നമ്മൾ ആദ്യം പഠിച്ചല്ലോ സ്പോഞ്ചസ്, പോറിഫറ എന്ന് പറഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യനിൽ ഞാൻ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാ. പോറിഫറ എന്ന് പറയുന്ന ഒരു ഫൈലമുണ്ട്. ആ ഫൈലത്തിലെ മെമ്പേഴ്സിനെ നമ്മൾ സ്പോഞ്ചസ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അതിനകത്തും ചോദിക്കും. ഇവരും ബേസിക്കലി മറൈനാണ്. ഈ കൂട്ടത്തിൽ വരുന്ന ഫ്രഷ് വാട്ടർ വെറൈറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ വെറൈറ്റി സ്പോഞ്ചില്ലയാണ്. സ്പോഞ്ചില്ല. ഇതും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ECG സെൻസസ് ദ ഇലക്ട്രിക് ഫോഴ്സസ് ജനറേറ്റഡ് ബൈ ഡാഷ്. ECG താഴെ തന്നിട്ടുള്ള ഏത് ഓർഗൻസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സസിനെയാണ് സെൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ. അതെ, കറക്റ്റ് ആണ്, ഹാർട്ട്. സോ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. എക്സാമിന് മുന്നേ ഏറ്റവും കൂടുതൽ സയൻസിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 500 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്ത് തീർക്കും. സോ ഹാപ്പി ലേണിംഗ്, ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാവരും കാണുക. കണ്ടാൽ മാത്രം പോലെ നോട്ട്സൊക്കെ എഴുതിയെടുത്തിട്ട് പഠിക്കുക. മാക്സിമം റിലേറ്റഡ് ഫാക്ടേഴ്സ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ നേരത്തെ പറഞ്ഞായിരുന്നു, 8075753676. നിങ്ങൾ ജസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ടെലികോളേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാപ്പി ലേണിംഗ്. ബൈ.